ഞാൻ ഇന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി എൻ്റെ കുക്കിംഗ് ആർക്കും അത്രയും ഓടണില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് മാറ്റി ചെയ്യാമെന്ന് വെച്ച്. ഇത് ചുണ്ടയ്ക്ക വറ്റൽ കൊണ്ടൊരു ഒഴിച്ചു കൂട്ടാനാണ്. ഇത് ചുണ്ടയ്ക്ക മോരിലിട്ട് ഉണക്കിയതിന് ശേഷം അതുകൊണ്ടൊരു ഇതാണ്. കുറച്ച് ആദ്യം ഒരു സ്പൂണ് എണ്ണ ഒഴിച്ച് അതിൽ ഈ ചുണ്ടയ്ക്ക വറുത്തെടുക്കണം. ഇതാണ് ചുണ്ടയ്ക്ക, മോരിലിട്ടുണക്കിയ ചുണ്ടയ്ക്ക. ഇത് നല്ല ഗുണമുള്ള ഒരു കറിയാണ്. ചുണ്ടയ്ക്ക എണ്ണയിൽ വറുത്ത് കോരി ഇനി കുറച്ച് കറിയായിട്ട് വയ്ക്കാൻ കുറച്ച് വെളുത്തുള്ളി, കൊച്ചുള്ളി, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഈ പരുവത്തിൽ വറുത്തു. എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചുണ്ടങ്ങ കൂടി ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയിട്ട് അല്പ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതേ അളവ് 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയാണ് മസാലകൾ. ഇത്രയാണ്. നല്ലവണ്ണം ചൂടാക്കിയിട്ട് ഒന്ന് പച്ചമണം പോകത്തൊക്കെ വണ്ണം ആ മസാലകളൊന്ന് വരണ്ട ശേഷം പുളിവെള്ളം, ഒരു നെല്ലിക്കളവോളം പുളിവെള്ളം, അല്ലെങ്കിൽ നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള പുളിവെള്ളം ചേർക്കുക. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് ഉപ്പും ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുത്ത നല്ല രുചികരമായ ചുണ്ടയ്ക്ക കറി തയ്യാർ. ഇത് കറിയെല്ലാം പാകമായിട്ട് അവസാനത്തെ പ്രോഡക്റ്റാണ്. നല്ല രുചിയായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി പരിശോധിച്ച് നോക്കിയിട്ട് അമ്മമ്മയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് തരിക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. എൻ്റെ ഇന്നത്തെ ഊണിതാണ്. ചുണ്ടങ്ങ കറി, 2 കൂട്ടാൻ, 2 കറി. മീനും ചുണ്ടയ്ക്ക കറി ആണ് ഇന്നത്തെ ഉച്ചയൂണ്.